ഹലോ. അപ്പം ഇന്ന് വലിയ സംഭവമൊന്നുമുള്ള വീഡിയോ ഒന്നുമല്ല, പക്ഷെ ഇന്നൊരു എന്താ പറയുക, ഞാൻ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരു കാര്യം. ഇത് കണ്ടോ, ഇത് ഞാൻ ചെയ്തതാണ് ഇന്നലെ രാത്രി ഒറ്റ ദിവസം കൊണ്ട്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ നിസ്സാരമല്ലേ, പക്ഷേ എനിക്കിത് വലിയ കാര്യം തന്നെയാണ്. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയാഞ്ഞിട്ട് കൂടി ഞാൻ ഇത്ര നന്നായിട്ട് ചെയ്തില്ലേ. ഇത് ഗം വെച്ചൊടിച്ചൊന്നുമല്ല, അല്ലാതെ കൈ കൊണ്ട് ചെയ്തതാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഉദ്ദേശിച്ചത് 3 പൂക്കളാണ്. 1 2 3 ഇങ്ങനെ 3 പൂക്കൾ. ഇത് ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സൂചി കുറച്ച് വലുതാണ്. നമ്മളിങ്ങനെ വർക്കൊന്നും അങ്ങനെ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തം ഡ്രസ്സ് ഞാൻ ചെയ്യുന്നില്ല, അത് വേറെ ആർക്കും അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇതിനു വേണ്ടി സ്പെഷ്യൽ സൂചീസ് ഒന്നും നമ്മുടെ ഇല്ല. അങ്ങനെ അടുത്ത് കടകളിലാണെങ്കിലും ആ ടൈപ്പ് സൂചീസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് കയ്യിലുള്ള ഒരു സൂചി വെച്ചിട്ട് ചെയ്തതാണ് ഈ വർക്ക്. പക്ഷേ എൻ്റെ കയ്യിലുള്ള മുത്തുകൾക്ക് ഹോള് ചെറുതായിരുന്നു, അപ്പം മുത്തിടും സൂചിയിൽ കയറത്തില്ല, മാറ്റും. അങ്ങനെ ഒരു 10 മുത്തെടുത്ത് അത് 2 മുത്തായിരിക്കും കയറുന്നത്. അങ്ങനെ സമയം എടുത്ത് മുത്ത് കണ്ടുപിടിക്കാൻ ഏറ്റവും കൂടുതൽ സമയത്ത് ചെയ്യാൻ അധികം പാടായിട്ട് എനിക്ക് തോന്നിയില്ല, പക്ഷെ മുത്ത് കണ്ടുപിടിക്കുന്ന ഒരു വലിയ ടാസ്ക് ആയിരുന്നു. അങ്ങനെ മുത്ത് കുറേ മാറ്റി അവസാനം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ വന്നപ്പം എനിക്ക് എൻ്റെ അനിയത്തി അമ്മയും കൂടെ സൂചി വേറെ 2 സൂചികളുണ്ടായിരുന്നു, അവർ ഓരോന്നും കയറ്റി നോക്കും, എന്നിട്ട് കയറുന്ന മുത്തുകളെല്ലാം എനിക്ക് തരും, അല്ലാത്തത് മാറ്റി വെക്കും. അങ്ങനെ എല്ലാവരുടെയും ഞാൻ ഈ വർക്കല്ല ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ക്രിസ്മസ് ഒക്കെ വരുമല്ലോ, അപ്പം ഞാൻ ശരിക്കും ചെയ്യാൻ ഉദ്ദേശിച്ച വർക്ക് എന്ന് വെച്ചാൽ ശരിക്കും ഞാൻ ഈ വർക്കല്ല ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഞാൻ ശരിക്കും താണ്ടെ കാണാൻ പറ്റുന്നുണ്ടോ, ആൻഡ് ഈ 3 മാൻകുട്ടിയില്ലേ, ആ 3 മാൻകുട്ടി ഇവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഇതെനിക്ക് വരച്ചിട്ട് ഞാൻ ഇത് പേപ്പറിൽ വരച്ചു, പക്ഷെ ഉടുപ്പ് വരയ്ക്കുമ്പം ഉടുപ്പ് തെന്നി പോകുന്നതാണ്. മറ്റേ ഫ്രെയിം എൻ്റെ കയ്യിലില്ല, ഒരെണ്ണം ഉള്ളത് വലിയ നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഫ്രെയിം ഒന്നും വെക്കാതെ അത് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇത് ഫ്രെയിം വെക്കാതെ വരയ്ക്കുമ്പം കറക്റ്റ് ഷേപ്പിന് കിട്ടുന്നില്ല. അപ്പം എന്നിട്ട് ഞാൻ വിചാരിച്ചു ഫോൺ വെച്ചിട്ടൊക്കെ വരയ്ക്കാൻ പറ്റുന്നു, പക്ഷേ എല്ലാം ട്രൈ ചെയ്ത് നോക്കി, ഒന്നും നടക്കാതെ വന്നപ്പം ഇത് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ചെയ്ത വർക്കാണ് ഇത് ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കി അങ്ങനെ കണ്ടുപിടിച്ചതാണ്. ശരിക്കും വർക്ക് ഇങ്ങനെയല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഈ പെറ്റലിൽ 3 ലെയറായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്ത് ചെയ്യാം, ആ നൂലല്ല സൂചിയുടെ ആ ഒരു ഇത് കാരണം എന്ന് വെച്ചാൽ വലിയ സൂചി ആയതുകൊണ്ട് എല്ലാം മൊത്തം കോർത്തെടുക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ വിചാരിച്ചു ഇങ്ങനെ ഔട്ടർ ലെയർ മാത്രം കൊടുത്തിട്ട് അകത്തൊന്നും ചെയ്യേണ്ടെന്ന് വെച്ചാൽ അപ്പം നോക്കിയപ്പോൾ കുറച്ച് മുത്തല്ലാത്തതായിരുന്നു. ഇത് ഒട്ടിച്ചതാട്ടോ. ഇതൊക്കെ ഒട്ടിച്ച മുത്തുകളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒട്ടിച്ചു. അപ്പം ഇന്നലത്തെ രാത്രിയിൽ എൻ്റെ പരിപാടി ഇതായിരുന്നു. ഞാൻ വിചാരിച്ച വീഡിയോസൊക്കെ എടുക്കണം, പക്ഷേ ഇത് ഇങ്ങനെ ചെയ്യുന്ന ഭയങ്കര പാടായതുകൊണ്ട് അത് ചെയ്യുന്നത് പാടായിട്ട് വീഡിയോ കൂടെ എടുക്കാമെന്ന് വെച്ചാൽ നല്ല ടാസ്കി പരിപാടിയായിരിക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ നിർത്തി. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ വിചാരിച്ചത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വെറുതെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെ വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിച്ചു. ഇത് ഫുള്ള് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കിത് ഡ്രോപ്പ് ചെയ്യാം, എല്ലാം ഇളക്കി കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നാലും ഒരു പൂ ചെയ്ത് വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു പൂ ആയിട്ടായാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചെങ്കിൽ പിന്നെ 3 വശം കംപ്ലീറ്റ് ചെയ്യാമെന്ന്. നല്ല ഭംഗിയിലേക്കാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഞാൻ ഇതേപോലെ എൻ്റെ കുറച്ച് ഡ്രസ്സിലൂടെ ചെയ്തിട്ടുണ്ട്. ആ ഡ്രസ്സിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വീഡിയോ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഇപ്പം ഞാൻ അത് കാണിച്ചു കഴിഞ്ഞാൽ അത് പല ഭാഗത്തൊക്കെ ഇരിക്കും. അത് എവിടെ എനിക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പല ടൈപ്പ് ഡിസൈൻസാണ് ഞാൻ ബ്ലൗസിൽ, പിന്നെ ഈ സെറ്റ് പാവാട ഇടുന്ന ക്രോപ്പ് ഉടുപ്പൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന വർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വിചാരം ഞാൻ വലുതായിട്ട് ചെയ്യുന്നത്, പക്ഷേ ശരിക്കും അങ്ങനെ അല്ല. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുമ്പം അത് ലാസ്റ്റ് അതിൻ്റെ ലുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേകതര സന്തോഷം വരുമല്ലോ. കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. എന്നിട്ട് അത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതര സന്തോഷം നമുക്ക് കിട്ടും. അതെ, ആ സന്തോഷമാണ് ഇത് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇത് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട് വാങ്ങിക്കുന്ന മാലയാണ്. എനിക്ക് മാല ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയത്തില്ല എന്താ എനിക്ക് ശരിക്കും ഈ മാലയ്ക്ക് ഒരു കഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ പഠിച്ചെടുത്തായിരുന്നു. അവിടുത്തെ ഓണ പ്രോഗ്രാം ഡേറ്റ് ഒന്നും കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ആദ്യം വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോൾ നാട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോവാം. പക്ഷേ അന്ന് ഡ്രസ്സൊന്നും എടുക്കാൻ വരാൻ പറ്റിയില്ല. അപ്പം എൻ്റെ കയ്യിൽ വേറൊരു പാവാടെടുപ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇട്ടു. പക്ഷേ ശരിക്കും സെറ്റ് പാവാട അങ്ങനെയൊക്കെ ഇടണമെന്ന് വിചാരിച്ചത്, പക്ഷേ അന്നത് പറ്റിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇടാനുള്ള ഓർണമെൻറ്റ്സ് മാല ഒന്നുമില്ല, എല്ലാം അവിടെ ചെന്ന് വാങ്ങിക്കണം. പിന്നെ അവിടെ ചെന്ന് വാങ്ങിക്കാന്ന് വെച്ചാൽ അതിൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലവങ്ങ് വരും. അതുകൊണ്ട് പിന്നെ ഞാൻ മാലയൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ വളയൊക്കെ വാങ്ങി. മാല, കമ്മൽ അതൊന്നും വാങ്ങിയില്ല. അത് ഞങ്ങൾ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട്. അന്നത്തെ ദിവസം എനിക്ക് മാല എൻ്റെ കയ്യിൽ ഞാൻ അങ്ങനെ മാല ഇടുന്നൊരു ആളൊന്നും അല്ല. മീൻസ് ഡെയിലി ഒരു ടൈപ്പ് മാല. എനിക്ക് തോന്നുന്നൊരു സിൽവറിൻ്റെ ഒരു മാലയാണ് കിടന്നുകൊണ്ടിരുന്നത്. ഞാൻ ഫുൾ ടൈം അതായിരിക്കും ഇടുന്നത്. അപ്പം ആ മാല ഓണത്തിൻ്റെ അതിൻ്റെ കൂടെ വലിയ രസം എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇങ്ങനത്തെ മാല രസമുണ്ടെന്ന് വെച്ചാൽ അത്ര രസമുണ്ടെന്നല്ല ഓണത്തിൻ്റെ കൂടെ. പക്ഷെ അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൾ മാല വാങ്ങിച്ചിരുന്നു. അപ്പം അവളുടെ കയ്യിൽ ഈ ടൈപ്പ് ഒരു മാല ഉണ്ടെന്ന്, ബാക്കിൽ വൈറ്റും ഫ്രണ്ട്. നമുക്ക് 2 രീതിയിലും ഇതിടാൻ പറ്റും. എനിക്ക് കൂടുതൽ ഈ ബ്ലാക്ക് ഇടുന്നതാണ് ഇഷ്ടം. അപ്പം അന്ന് അവളുടെ കയ്യിൽ മാല കണ്ടപ്പോൾ എനിക്ക് മാല ഇഷ്ടമാണ്. പിന്നെ ഓണത്തിന് മാല മീൻസ് എൻ്റെ കയ്യിൽ ഓണത്തിൻ്റേതായിട്ട് ഇടാൻ പറ്റിയ മാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ ഈ മാല വാങ്ങിയിട്ട് ഈ മാല ഇട്ടതിൽ പിന്നെ എനിക്ക് ഈ മാല ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മാല ഞാൻ വാങ്ങി. ഇത് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് തോന്നുന്നു. നല്ല മാല, കുറേ നാൾ യൂസ് ചെയ്തു. നല്ല രീതിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല മാലയാണ്, എനിക്ക് മാല ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഈ കമ്മൽ എനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ അനിയത്തി ഗിഫ്റ്റ് ചെയ്തതാണ്.
കമ്മൽ മാത്രമല്ല അവിടെ എത്തിക്കോ എന്ന്. അതിനകത്തുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മലുകളിൽ ഒരു കമ്മലാണിത്. ഈ കമ്മലും ഈ മാലയും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതെൻ്റെ മോതിരം, ഇതെൻ്റെ ഫേവറേറ്റ് മോതിരമാണ്. ഇത് ഗോൾഡാണ്, പക്ഷെ എൻ്റെ ഫേവറേറ്റ് മോതിരം. ഇത് ഞാൻ വാങ്ങിച്ച മോതിരം, അതുകൊണ്ടാണ് എനിക്കിതിനോട് ഭയങ്കര ഇഷ്ടം. അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നുമല്ലോ. അങ്ങനെ ഇത് നല്ല ഭംഗിയില്ലേ മോതിരം. ഞാൻ ഭംഗി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ മോതിരം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ശരിക്കും ഇന്ന് എൻഗേജ്മെൻറ്റിന് പോയപ്പം നെയിൽ പോളിഷൊക്കെ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷെ എൻ്റെ വീഡിയോ നോക്ക് ഞാൻ ഇട്ടിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ചുമ്മാ എൻ്റെ ഡ്രസ്സിലെ വർക്ക് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഇട്ടപ്പം ഈ വർക്ക് എങ്ങനെ അതിൽ ക്ലിയർ ആവുന്നത് എനിക്കറിയാൻ പറ്റില്ല, പക്ഷേ ഇതാണ് ശരിക്കുള്ള വർക്ക്. അത്യാവശ്യം സമയം എടുത്ത് ചെയ്യാൻ, കാരണം മുത്ത് നമ്മളുമായിട്ട് അത്ര അങ്ങോട്ട് യോജിച്ച് പോയില്ല. നല്ലൊരു നീഡിലുണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് കുറച്ചുകൂടി പെട്ടെന്ന് ചെയ്യാൻ പറ്റിയാണ്. ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ ചെയ്യാൻ പറ്റിയാണ്, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് വേറെ, പക്ഷേ കിട്ടിയത് വേറെ. പക്ഷേ കിട്ടിയതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അകത്ത് വെച്ചിരിക്കുന്നതില്ല, അത് ഞാൻ ശരിക്കും ഒട്ടിച്ചതാണ്. എനിക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വർക്കില്ലാത്ത ഡ്രസ്സുകളിലൊക്കെ ഞാൻ ഇങ്ങനെ ഓണ പ്രോഗ്രാംസ്, ക്രിസ്മസ് ഇങ്ങനത്തെയൊക്കെ പ്രോഗ്രാം വരുമ്പം ഞാൻ തന്നെ ഡ്രസ്സ് തുണി എടുത്തിട്ട് അമ്മയെ കൊണ്ട് തയ്പ്പിച്ചിട്ട് അതിൽ ഞാൻ വർക്ക് ചെയ്യും. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, ഇങ്ങനെ വർക്ക് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഈ വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതും. ഇഷ്ടപ്പെട്ടാലും പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണോ ഇത് കണ്ടിട്ട് തോന്നിയത് അത് കമൻറ്റിലൂടെ പറയണേ. കൊള്ളാമെങ്കിൽ കൊള്ളാം, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല. ഓക്കെ, അപ്പോൾ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.